നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിയമം ലംഘിച്ച് സർവീസ് നടത്തിയ നിരവധി വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. പരിശോധന ശക്തമാക്കിയതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി 4 വാഹനങ്ങളാണ് അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. മുക്കത്ത് 2.25 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ യുവതി പിടിയിലായി. നീലേശ്വരം മാങ്ങാപ്പൊയിൽ സ്വദേശി ഖദീജയെയാണ് നീലേശ്വരത്തു നിന്നും കസ്റ്റഡിയിലെടുത്തത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വഴിക്കടവ് പഞ്ചായത്തിലെ ആലപ്പൊയിൽ, മണിമൂളി തുടങ്ങിയ അംഗനവാടികളിൽ നിർമ്മിച്ച പുതിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ നിർവഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വഴിക്കടവ് പഞ്ചായത്തിലെ ആലപ്പൊയിൽ, മണിമൂളി തുടങ്ങിയ അംഗനവാടികളിൽ നിർമ്മിച്ച പുതിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ നിർവഹിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 97.67% കുട്ടികൾ പോളിയോ വാക്സിൻ സ്വീകരിച്ചു. 3 ദിവസങ്ങളിലായി 5 വയസ്സിനു താഴെയുള്ള ജില്ലയിലെ 3,83,127 കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകിയത്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിയമം ലംഘിച്ച് സർവീസ് നടത്തിയ നിരവധി വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. പരിശോധന ശക്തമാക്കിയതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി 4 വാഹനങ്ങളാണ് അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 2 സ്കൂൾ ബസ്സുകളും 2 ടിപ്പർ ലോറികളും ഉൾപ്പെടുന്നു. കരുളായി സ്കൂളിലെ 2 ബസ്സുകളാണ് പിടിച്ചെടുത്തവയിൽ ഒന്ന്. ഇന്നലെ കുട്ടികളുമായി പോകുന്നതിനിടെ TK കോളനി ഭാഗത്ത് വെച്ചാണ് ഇവ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത്. തുടർന്ന് കുട്ടികളെ മറ്റൊരു വാഹനത്തിലാണ് വീടുകളിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഫിറ്റ്നസ് ഇല്ലാതെ ഓടിയ 2 ടിപ്പർ ലോറികൾ പിടികൂടിയത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ യഥാസമയം റോഡ് ടാക്സും അടച്ചിരുന്നില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമലംഘനം നടത്തിയ ഒരു സ്കൂൾ ബസ്സിന് 16,000 രൂപയും രണ്ടാമത്തെ ബസ്സിന് 6,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറികൾക്കെതിരെയും കനത്ത പിഴ ഈടാക്കുമെന്ന് നിലമ്പൂർ ജോയിന്റ് RTO ദിലീപ് അറിയിച്ചു. പിടിച്ചെടുത്ത വാഹനങ്ങൾ നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസ് പരിസരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. MVI MI ആരിഫ്, MVIമാരായ ഈസ്റ്റർ യാഷിഖ്, S സജിത്, VS സൂരജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. മുക്കത്ത് 2.25 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ യുവതി പിടിയിലായി. നീലേശ്വരം മാങ്ങാപ്പൊയിൽ സ്വദേശി ഖദീജയെയാണ് നീലേശ്വരത്തു നിന്നും താമരശ്ശേരി DYSP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് മുക്കം മുണ്ടുപാറ പുല്ലമ്പാടി പറമ്പിൽ മുഹമ്മദ് ഹനീഫയെ മുത്താലത്തുള്ള വാടക വീട്ടിൽ നിന്നും 2.306 കിലോഗ്രാം MDMAയുമായി പിടികൂടിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു യുവതി കൂടി പോലീസിന്റെ പിടിയിലായത്. അന്ന് ഹനീഫയ്ക്കൊപ്പം ബേപ്പൂർ സ്വദേശിനിയായ റൈഹാനത്ത് എന്ന യുവതിയെയും ഇവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നും മുഹമ്മദ് ഹനീഫ ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ MDMA കേരളത്തിൽ എത്തിച്ചതായി കണ്ടെത്തി. കൂടാതെ ഇവരുടെ ശൃംഖലയിൽപ്പെട്ട മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരവും അന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഹനീഫയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ ഫാഷൻ ഡിസൈനറായി പ്രവർത്തിക്കുന്ന ഖദീജയുടെ അക്കൗണ്ട് മുഖേനയായിരുന്നു നടത്തിയിരുന്നത്. കുത്തനെ ഉയർത്തിയ വാണിജ്യ സിലിണ്ടറിന് ഇന്ന് നേരിയ കുറവ്. 183.50 രൂപ കുറച്ചു. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 3,113 നിന്നും 2,930 ആയി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പേരിൽ പലതവണയായി കുത്തനെ വില കൂട്ടിയിരുന്നു. ഹോട്ടലുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വില കുറവ് ആശ്വാസകരമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സ്ഥിതി ലഘൂകരിക്കപ്പെട്ടതോടെയാണ് വില കുറഞ്ഞത്. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കുവാൻ പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു. യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിൽ എത്തിക്കണം എന്നാണ് നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലാണ് സർക്കാർ വാണിജ്യ സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. തുടക്കത്തിൽ ആവശ്യകതയുടെ 20% മാത്രം നൽകിയാൽ മതി എന്നായിരുന്നു ഉത്തരവ്. പിന്നീട് 70% ഉയർത്തി. ഹോട്ടലുകൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ എന്നിവയ്ക്ക് 40% മാത്രം നൽകിയാൽ മതിയെന്നും ഉത്തരവിട്ടു.
നിയന്ത്രണം കടുത്തതോടെ പല ഹോട്ടലുകളും പൂട്ടുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ PNG-യിലേക്ക് മാറിയ ഉപഭോക്താക്കൾ അതിൽ തന്നെ തുടരണമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ ബുക്കിംഗിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വഴിക്കടവ് പഞ്ചായത്തിലെ ആലപ്പോയിൽ, മണിമൂളി തുടങ്ങിയ അംഗനവാടികളിൽ നിർമ്മിച്ച പുതിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ നിർവഹിച്ചു. വാർഡ് മെമ്പർ മുജി പേരഞ്ഞിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ലത്തീഫ് മണിമൂളി, വാർഡ് മെമ്പർമാരായ ബിന്ദു വേലായുധൻ, സജി മാത്യു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജാഫർ പുലിയോടൻ, റഷീദ് വരിക്കോടൻ, ഹനീഫ ആലങ്ങാടൻ, ചെറി, സുകുമാരൻ ടി എന്നിവരും ICDS സൂപ്പർവൈസർ അന്നമ്മ ചാക്കോ, അംഗൻവാടി ടീച്ചർ ആയിഷ എന്നിവരും പങ്കെടുത്തു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 97.67% കുട്ടികൾ പോളിയോ വാക്സിൻ സ്വീകരിച്ചു. 3 ദിവസങ്ങളിലായി 5 വയസ്സിനു താഴെയുള്ള ജില്ലയിലെ 3,83,127 കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകിയത്. ജൂലൈ 28-ന് വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് 29-30 തീയതികളിലായി ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് 5 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകുന്നത്. അമൽ കോളേജ് റാഗിംഗ് വിരുദ്ധ സെൽ, സ്ക്വാഡ് എന്നിവ NSSുമായി സഹകരിച്ച് റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PM അബ്ദുൽ സാക്കിർ, ഡോക്ടർ T ഷമീർ ബാബു, ഡോക്ടർ അമീർ ഹസൻ, ഡോക്ടർ ഫവാസ്, S നിലൂഫർ, സൽമ, P മൻസൂർ, K അനീസ്, ഡോക്ടർ അഹമ്മദ് റസീൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം, ഇതിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ സാക്ഷരതാ മിഷൻ, PN പണിക്കർ ഫൗണ്ടേഷൻ, KFB ജില്ലാ കമ്മിറ്റി, മണ്ണാർമല വിദ്യാപോഷിണി ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ മാസാചരണവും ബ്രെയിൻ പഠിതാക്കളുടെ ജില്ലാതല സംഗമവും നടത്തി. മൈ ഭാരത് ഹാളിൽ നടന്ന ചടങ്ങിൽ ADM PO സാദിഖ് ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി K ജാഫർ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലിജോ P ജോർജ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. KFB ജില്ലാ പ്രസിഡന്റ് M സുധീർ, സെക്രട്ടറി PK റിയാസ് ബാബു, KFB ഭാരവാഹികളായ G ജയപാലൻ, P ഷാജി, വിദ്യാപോഷിണി ഗ്രന്ഥാലയം പ്രതിനിധി P അനിൽകുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PV ശാസ്ത പ്രസാദ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M മുഹമ്മദ് ബഷീർ, സ്റ്റാഫ് K മൊയ്തീൻകുട്ടി, നോഡൽ പ്രേരക് P ആബിദ് എന്നിവർ സംസാരിച്ചു. ബ്രെയിൽ വായന, ബ്രെയിൽ എഴുത്ത്, കവിതാ പാരായണം, നാടോടിപ്പാട്ട് എന്നീ ഇനങ്ങളിൽ മത്സരം നടത്തി. വിജയികൾക്ക് ഉപഹാരവും നൽകി. പ്രിയദർശിനി കോളേജ് NSS വോളണ്ടിയർമാരും സാക്ഷരതാ പ്രേരക്മാരും സംബന്ധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.